പ്രോഡക്റ്റ് മാനേജർ, പ്രോഡക്റ്റ് ഡെവലപ്പർ, പ്രോഡക്റ്റ് മാർക്കറ്റർ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലത്തെ റോൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആ റോൾസിലെല്ലാം തന്നെ ഹൈ സാലറി ജോബുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ലെവൽ ജോബ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഉണ്ട്, ഡിസൈനിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇനി ഹയർ ലെവൽസിൽ എന്ത് ജോബിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് കാര്യം അപ്സ്കിൽ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഹയർ സാലറി, ഹയർ ഡെസിഗ്നേഷനിൽ മൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റോൾസിലേക്ക് പോയാലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സാലറി ഹൈക്കും ഡെസിഗ്നേഷനിലൊക്കെ ഒരു ബെറ്റർ സ്കോപ്പും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു റോളിലേക്ക് പോകാനുള്ള അപ്സ്കില്ലിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് നമ്മുടെ പ്രോഡക്റ്റ് ഓറിയന്റഡ് കോഴ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് മാർക്കറ്ററായിട്ട് മൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പ്രോഡക്റ്റ് ഡെവലപ്പറായി മൂവ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാനേജറായിട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അതിന്റെ ബേസിസിലാണ് നമ്മുടെ കോഴ്സിന്റെ ടോപ്പിക്സ് വരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പ്രോഡക്റ്റ് മാർക്കറ്റിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സിലബസ് വേറെയാണ്. ഡെവലപ്പറിനും ഡിസൈനറിനും ഉള്ള പ്രോഡക്റ്റ് മാനേജർ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡെവലപ്പർ പോലത്തെ റോൾസിലേക്ക് പോകാനുള്ള സിലബസ് വേറെയാണ്. ഇതെല്ലാം പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സിന്റെ സെഗ്മെന്റിൽ വരുന്നതാണ്. ഇതൊരു ഫ്രഷറിനുള്ളൊരു കോഴ്സ് അല്ല. നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇതുപോലത്തെ ഒരു ഹയർ ലെവൽ ജോബ്സിലേക്ക് മൂവ് ചെയ്യാനും ഹയർ ഡെസിഗ്നേഷനിൽ മൂവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അപ്സ്കിൽ ചെയ്യണമെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് കമന്റ് ചെയ്യുക. നമ്മൾ ഡയറക്ട്ലി ബാക്കിയുള്ള ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും.